വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഓഫാണ്. അപ്പോൾ ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഞാനുണ്ട്, 2-3 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ബൈ. എങ്ങോട്ട് പ്ലാൻ മാറ്റി? ഇधर जा रहा है क्या? आज इधर पर ये वेस्ट व्यू इधर तुम लोग को मिलेगा. സെറ്റപ്പ് ആയിട്ട് ഇതേപോലെ ഒരു ക്യാരവാൻ മേടിക്കണം കേട്ടോ. ഇത് ലോകം ചുറ്റും വേറെ പണിയൊന്നുമില്ലല്ലോ. ഉണ്ടോ നാട്ടിൽ പോണില്ല. ഇവിടെ നല്ല കൊതുകുണ്ടാവും. കൊതുകല്ല, മിസിലി പോലത്തെ ഒരു സാധനം. ഇതടിച്ച് ഞാൻ മേട്ടൊക്കെ ഒന്ന് തേക്കണം, അല്ലെങ്കിൽ നല്ല കൊതുക് അടിക്കും. ഫൈനലി നമ്മൾ ആ ഡാനിയലൊരു സ്ഥലത്ത് എത്തിക്കൊണ്ടുപോവുകയാണ്. ഇവിടെ റോഡൊക്കെ വെള്ളത്തിലാണ്, വെള്ളത്തിലൂടെയാണ് റോഡ്. അങ്ങോട്ട് വലിയൊരു മരമാണ്, അവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്. ലാസ്റ്റിക്ക് മണ്ണൊക്കെ തൂങ്ങിക്കണം, പാറയ മണ്ണ്. ഇത് മണ്ണല്ല, ഒരു തരം പാറയാണ്, നല്ല ഉറപ്പുള്ളൊരു പാറയാണ്. ഇത്രങ്ങാനും ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന്. നല്ല അടിപൊളി രസമുള്ള പൂവൊക്കെ ഇട്ടു. രസമുണ്ടല്ലേ? ഇത് ഇവിടെ കണ്ടിരിക്കുന്നത് ഈ ലാവൻഡറിൻ്റെ ഒക്കെ. പക്ഷെ ലാവൻഡർ വേറൊരു വയലറ്റ് കളറല്ലേ. ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാനിയൽ ഫുഡ് കഴിച്ചിട്ടില്ല. ഡാനിയൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ വ്യൂ. പക്ഷേ നല്ല മീനിനെ കറക്റ്റായിട്ട് കാണാം കേട്ടോ വെള്ളത്തിൽ. ലൈവ് ഫിഷ്. ഇത് ഇലോക്കാണെന്ന് ചെറിയ ഡൗട്ട്. പക്ഷേ കയറി അനീഷ് അതിസാഹസികമായിട്ട് എൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറാൻ പോവാണ്. അനീഷിനെ ഇനി പോലീസ് പിടിക്കുന്നതോ അതിൻ്റെ പുറകെ പോകുന്നതാണ് അടുത്ത വീഡിയോ. അടുത്ത എപ്പിസോഡ് ഇട്ടതൊക്കെ തന്നെ കാണാനുള്ളത്. അനീഷേ കയറി. അനീഷ് വെല്ലുവിളി സ്വീകരിച്ച് അപ്പുറത്ത് കിടന്ന് തിരിച്ചിറങ്ങി. സ്ട്രോങ് ആണ്. വെള്ളത്തിലെ വാഴക്കുലുണ്ടായി. നമ്മൾ ഒരു വാഴക്കുല കണ്ടുപിടിച്ചു. പഴുത്തിട്ടൊന്നിട്ട പച്ചയാ, പോയി പറിക്കാൻ പറ്റുമോ നോക്കാം. ഇതിലെ പോകാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് പോയി നോക്കാം. ആരാ കണ്ടോ? അനീഷും കൂട്ടരും. നമുക്ക് ഇവിടെ എന്തെങ്കിലും നിധി എങ്ങനെ കിട്ടുന്നു, അഥവാ എന്തെങ്കിലും കിട്ടിയാലോ. പകുതി ഷെയറിടാം. ഇതിൽ നീക്കിയൊന്നുമില്ലല്ലോ. പാമ്പ് മൂർക്കം പാമ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒറ്റ കൊത്തിന് തിന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഉള്ളിൽ ഗ്യാപ്പ്, അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്കൊക്കെ കയറാം സുഖമായിട്ട്. കണ്ണടച്ച് പിടിച്ച് ഞാൻ സൗണ്ടൊക്കെ ഒന്ന് കേട്ടാൽ മതി. അവിടെ നമ്മൾ ഇത്രയും നേരം നിന്ന് ആ സൈഡിൽ. അവിടെ കണ്ടോ നല്ല സെറ്റപ്പായിട്ട് അടിയില്ല നോക്കാണല്ലോ. എന്തോ നമ്മളേതായാലും തിരിച്ചു പോവാം. അല്ല ഒരു രക്ഷയില്ല മക്കളെ. സലാലയിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വരും. എന്തായാലും വരുന്നല്ലേ പൈസ മുടക്കിയിട്ട്. അവിടെ നിന്ന് വരുന്നതിന് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അനീഷ, ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ, കുളിക്കാൻ പാടില്ല. നമ്മൾ കുളിച്ചിട്ടില്ലല്ലോ, നമ്മൾ ഹൈറ്റ് കയറി നിന്നിട്ടല്ലേ ഉള്ളൂ. നോക്കട്ടെ എന്താ അവസ്ഥ. ഫോണൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ പോയാൽ എൻ്റെ പൊന്നോ ഇത് കിട്ടത്തേ ഇല്ല. എന്തായാലും ഇവിടെ വരെ വന്നാലേ നമുക്ക് ഫുൾ മീൻ വന്ന് അടിച്ച് തിന്നും. ഇവിടെ മമ്മനുമാണ്. പക്ഷെ ഇതിൻ്റെ ബിരിയാണി അല്ല കബ്സ എങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ ഫുൾ ഓയിൽ എതുമ്മേൽ കിടക്കുന്നുണ്ട്. ഇവിടെ 2 ആളെ തയ്ച്ച് എന്തായാലും ഉണ്ടാവും. പക്ഷെ അടിവരെ കാണുന്നുണ്ട്, അത്രയും തെളിഞ്ഞ വെള്ളമാണ്. ഇവിടെ ഇറങ്ങാനും കുളിക്കാനൊന്നും പാടില്ല എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാലും ഈ രാത്രി വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എണീറ്റ് കുളിച്ചിങ്ങനെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ മെല്ലെ തിരിച്ച് പോട്ടെ. എൻ്റെ അമ്മ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. ഫോണൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉഗ്ഗുന്നില്ല. ഈ പോയിൻ്റ് വിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാണ്. 2 പോയിന്റ് കാണിക്കുന്നതാണ് പറഞ്ഞത്.
സലാലിന്റെ അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ पतंगे पतंगे kite. hello guys, please subscribe my channel. Eh. Thanks all again.